ഗൈസ് നമുക്ക് ഡബിളിൽ നല്ല ഹെവി ഒരെണ്ണം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി സ്നേക്കഡ് ഫിഷിങ്ങിന് പോയിട്ട്. അപ്പോൾ നമ്മൾ ഈയിടയ്ക്ക് കോട്ടയത്ത് പോയായിരുന്നു ബുൾ സ്നേക്കഡ് പിടിക്കാനായിട്ട് ടാർഗറ്റ് ചെയ്ത് പോയായിരുന്നു, ചേർമീൻ പിടിക്കാൻ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു കാണുമായിരിക്കും. കഴിഞ്ഞ നമ്മൾ 8K വ്യൂസിൻ്റെ അടുത്ത് കയറിയായിരുന്നു ചേർമീൻ പിടിക്കാൻ പോയൊരു വീഡിയോ. നമ്മൾ കോട്ടയം കുമരകത്ത് പോയി ഫുഡൊക്കെ മേടിച്ച്. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയത്ത് പോയുള്ളൊരു വീഡിയോ ആണ്. ഇതാണ്, കുറച്ച് ഫ്രോഗ് എടുത്തിട്ടുണ്ട്. ഇതൊരു 6 ഫ്രോഗുണ്ട്. ഇത് കേട്ടോ, 6 ഫ്രോഗ് എടുത്തിട്ടുണ്ട്. 6 ഫ്രോഗ് ഏതാ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. നമ്മളൊരു ഗിവ് അവേ വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പോൾ അത് ഇട്ടിട്ട് 2 മാസമായി. നമ്മൾ ഉടനെ തരേണ്ട സാധനമാണ് ഇതൊക്കെ. പക്ഷേ നമുക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോണതും വല്ലപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ചേർമീനും വരാലൊക്കെ പിടിക്കാൻ പോണെയാണെങ്കിൽ. എന്താണ്ട് ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഇതാ ഇത്തരം ഫ്രോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഓരോ കമ്പനിയുടെ ഫ്രോഗ്. അപ്പോൾ 6 ഫ്രോഗിൽ നമ്മൾ ഒന്ന് ഇൻസ്റ്റാഗ്രാം ID-യിൽ 2 പേരെ സെലക്ട് ചെയ്യും, യൂട്യൂബിൽ 2 പേരെ, ഷോർട്ട് വീഡിയോയിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യും, പിന്നെ ലോങ് വീഡിയോയിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യും. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലോങ്ങും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മേടിച്ച് ഷോപ്പിൻ്റെ വിൽക്കുന്ന ഒരു കടയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന അതിൽ കുറച്ച് പേര് കമൻറ്റ് ഇടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോയിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോ ഉണ്ട്. അപ്പം ഷോർട്ട് വീഡിയോയിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ട് 2 പേർക്ക് ഫ്രോഗ് കൊടുക്കും. ലോങ് വീഡിയോയിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർക്കും 2 ഫ്രോഗ് ഞാൻ കൊടുക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കൊടുക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരാണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി. ഞാൻ കുറേ പാടുപെട്ട് അത് എടുക്കാനായിട്ട്, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവർക്ക് മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും, ആർക്കറിയാം ആരാ ഹാക്ക് ചെയ്തുകൊണ്ട് പോയി. പക്ഷേ അതിൽ നമ്മൾ മെയിൽ അയച്ചപ്പം തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി അവിടെ ഉള്ള വല്ലവരും ആണെന്നറിയത്തില്ല. അപ്പോൾ യൂട്യൂബ് ഹാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പാടുപെട്ടൊക്കെ ആ ഒരു ലെവലിൽ കൊണ്ടുവന്നേ. ഒരു 1 മില്യൺ കയറിയ വീഡിയോ ഒക്കെ ഉണ്ടായത്, ഒരു പെരുമ്പാമ്പിനെ കാണിക്കുന്ന വീഡിയോയും പിന്നെ നമ്മൾ കോട്ടയത്ത് ടെർമിനലിൽ പോയി ചേർമീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ 1 മില്യനെ കയറണമെങ്കിൽ ഇത്തിരി പാടാണ്. അത്യാവശ്യം 5K മേളയിൽ നമുക്കൊരു ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ അതേലായിരുന്നു 2 പേരെ നമ്മൾ ഫ്രോഗ് കൊടുക്കാമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യേണ്ടത്. പോയി നിങ്ങളിപ്പം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ID പോലും കിട്ടത്തില്ല. കാരണം ഞാൻ കുറേ നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മുടെ പേരും ഒന്നും കാണിക്കുന്നില്ല നമ്മൾ സെർച്ച് ചെയ്തിട്ട് ചാനലിൻ്റെ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID എപ്പോഴെങ്കിലും തിരിച്ചു വരുവാണെങ്കിൽ ആ 2 ഫ്രോഗ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കെടുത്ത 2 പേർക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ കമൻറ്റ് പിക്കർ വഴിയാണ് നമ്മളിത് ഇന്ന് സെലക്ട് ചെയ്യാൻ പോകണം വിന്നറിനെ. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ നിങ്ങൾ പോയി ചേർമീൻ പിടിക്കുന്ന വീഡിയോ കണ്ടിട്ട് വരും. ഏറ്റവും അവസാനം നമുക്ക് ഇതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ വല്ലവരുടെയും വീഡിയോ ഒക്കെ വിറക്കി ഇടുന്നുണ്ടെന്ന് യൂട്യൂബിൽ, അല്ലടാ? പിറക്കി ഇടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും വല്ലവരുടെയും വീഡിയോ ഒന്നും അല്ല, നമ്മളാകാണ്ട് ഒരു 10-15 വീഡിയോ ആണ്ട് വല്ലവരുടെയും വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല റീച്ചും കയറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇട്ടൊരു വീഡിയോയിൽ നിങ്ങൾ അത്ര സപ്പോർട്ടും തരുന്നില്ല. വേറെ വല്ലവരും വീഡിയോ ഇട്ടപ്പോൾ സപ്പോർട്ടും തരുന്നുണ്ട്, അതിൽ നല്ല കമൻറ്റും ഇടുന്നുണ്ട്. നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടാൽ പോലും ആരും കമൻറ്റ് തരത്തില്ല. അതുപോട്ടെ, നമുക്ക് ഇൻസ്റ്റാഗ്രാം ID തിരിച്ച് കിട്ടുമോ ഇല്ലോ എന്നറിയത്തില്ല. അപ്പം നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോഡും റീലൊക്കെ നല്ലപോലെ ഇതുപോലെ ഗീവ് അവേ നമ്മൾ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കൂടുതലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത്. പിന്നെ ലൈക്കും അധികം ആരും ഇടുന്നൊന്നുമില്ല, ലൈക്കും കമൻറ്റും എന്തെങ്കിലുമൊക്കെ ഇടുക. അപ്പോൾ നമ്മളിത് ഇന്ന് 6 ഫ്രോഗ് നിങ്ങൾക്ക് തരുക. അതിന് മുന്നേ നിങ്ങൾ പോയിട്ട് നമ്മുടെ ഫിഷിംഗ് വീഡിയോ കണ്ടിട്ട് വരിക. ചേർമീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ട്. ചേർമീൻ പിടിക്കുന്ന വീഡിയോ കോട്ടയത്ത് പോയിട്ട് കണ്ടു. നമ്മൾ എക്സ്പെൻസ് ആയത് നമുക്കൊരു 10-800 രൂപ ഇവിടുന്ന് പോയപ്പോൾ. നമുക്ക് ആകെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു മീൻ, ആ മീൻ കൊടുത്തപ്പോൾ 200 കിട്ടിയുള്ളൂ. ചേർമീൻ വലിയ റേറ്റൊന്നും ഇല്ലാത്തൊരു മീനാണ്. നമ്മളാ മീനെ കെട്ടി വരുന്ന വഴിക്കാണ് കുമരകത്ത് മാർക്കറ്റിൽ കയറി കൊടുത്ത്. വീഡിയോ പോയി ചേർമീൻ്റെ കണ്ടിട്ട് വരും. അപ്പം നമുക്ക് ഇതിൻ്റെ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും ഫിഷർമാൻ ലോഞ്ച് എന്ന് പറഞ്ഞ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ ജെമിനി ഫ്രോഗ് മേടിക്കാനായിട്ട് വന്നിരിക്കും. അപ്പം ജെമിനി ഫ്രോഗ് പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് കാണും, കുറേ പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 6000 പേരുടെ അടുത്ത് ആ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2ാമത് കുമരകത്ത് പോയി ഫ്രോഗ് ഉടക്കിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്ന് കുമരകത്ത് വീണ്ടും പോയി ചേർമീൻ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഫിഷർമാൻ ലോഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഷോപ്പിനുള്ളിലോട്ട് കയറിയിട്ട് നമുക്ക് ഫ്രോഗും മേടിക്കാം.
നിങ്ങൾക്ക് ഇതുപോലെ ഫ്രോഗുകൾ വേണമെങ്കിൽ ഞാൻ ഇവരുടെ കടയുടെ നമ്പർ ഇട്ടേക്കാം. ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഫ്രോഗ് മാത്രമല്ല, നമ്മുടെ ഫിഷിംഗ് ഗണ്ണുണ്ട്, ഫിഷിംഗ് നെറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. നേരെ ഷോപ്പിനകത്തോട്ട് കയറാം. ഒരുപാട് പേരുണ്ട്. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കൊണ്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പഴയ വീഡിയോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ജെമിനി ഫ്രോഗ് താണ്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അതാ ഇത് ജെമിനി, അടിപൊളി റിസൾട്ടുള്ള ഫ്രോഗാണ്. ചേർമീൻ എവിടെ പോയാലും അടിക്കും. നമ്മൾ ഈ ഫ്രോഗ് അതിനെ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. നമ്മൾ ഒരുപാട് ചേർമീൻ ഈ ഇടക്ക് പിടിച്ചത് മൊത്തം ഈ ഫ്രോഗിലാണ്. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ജെമിനി എന്ന് പറയുന്ന ഫ്രോഗ്, ഒരു ഡബിൾ സ്പിന്നറും പിന്നെ 16 ഗ്രാം 6.5 സെൻറ്റിമീറ്ററാണ് കേട്ടോ. 480 രൂപയുടെ ഫ്രോഗ് ആണെങ്കിലും അതിനുള്ള സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രോഗ് ജസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളത് ഒരു സ്പൂണിലൂറും മേടിക്കുന്നുണ്ട്. നമ്മൾ വാളക്കം കൂടെ ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പോകുന്ന വഴിക്ക്. ഗൈസ്, നമ്മൾ കുമരകത്ത് വന്നിട്ടുണ്ട്. ഇതേ അപ്പോൾ നമ്മളിത് ബിരിയാണിയും മേടിച്ചിട്ടുണ്ട്, ഒരു കുപ്പി വെള്ളവും മേടിച്ചിട്ടുണ്ട്. നേരെ ബിരിയാണി കഴിക്കാം. ഫിഷിങ്ങിന് പോകും. അപ്പോൾ ഇവിടെ ഒരുപാട് വാളയൊക്കെ അടിക്കുന്ന സ്പോട്ടാണ്. ലോറൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ വാള അടിക്കും. നമ്മൾ സ്പൂൺ ഡോറും എടുത്തിട്ടുണ്ട്, ഫ്രോഗും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു ഉടുമ്പിനെ കണ്ടു. ഉടുമ്പിൻ്റെ വലിപ്പം കണ്ടാ ഗൈസ്, അത്യാവശ്യം നല്ല വലിയ ഉടുമ്പ്. ഇത് നോക്കിയാൽ കാണാം. വെള്ളത്തിൽ ചാടി പലകാര് വന്നിട്ട് ഞങ്ങൾ പിടിപ്പിക്കാതെ ആ സ്ഥലത്തിൻ്റെ ഉടമ അവനോടുള്ള സ്നേഹം പിടിക്കാന്ന് പറയാം. ഞങ്ങൾ കറന്നു പുറത്തു പച്ച കൃത്യത്തിൽ മീനുണ്ടല്ല, അവൾ കാണിക്കാതെ അവളോട് വന്ന് പിടിക്കും. അവിടെ ദിവസം വർത്താനം പറയുന്നവർക്കുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞത് അടുത്ത പ്രായം പറഞ്ഞാൽ ഒരു പൂഞ്ഞാൻ പിടിക്കാൻ സാധിക്കുന്നു. ഒരു വരാലിപ്പോ അടിച്ചവിടുന്നു. പോയി കയറി ചേർമി ഈ മൂട്ടിന്ന് വീഡിയോ കിട്ടിയെന്ന് തോന്നുന്നു. ആ വീഡിയോ ഉണ്ട്. ഓക്കെ, രസമുണ്ട്. നമ്മുടെ ജെമിനിയുടെ ഫ്രോഗിൽ ഇതാ ഒരു ചേർമീൻ കയറിയിട്ടുണ്ട്. 1 kg പ്ലസ് ആണ്. ആക്ഷൻ. വലിയ ചേർമീനൊന്നും അല്ല ഇതൊന്നും. ഒരു 1 kg പ്ലസ് ഉള്ള ഒരു ചേർമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജെമിനിയുടെ ഫ്രോഗ് ഒന്ന് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞോളൂ. നമ്മൾ വാളക്ക് കുറേ എറിഞ്ഞിട്ട് വാളയൊന്നും അടിച്ചില്ല, ഒരു വാള അടിച്ച് പോയി. അത് കഴിഞ്ഞ് നേരെ ചേർമീൻ കിട്ടിയതാ. അടിപൊളി. ഫ്രോഗിന്റെ ഉക്ക അവിടെ കിടക്കും, റബ്ബർ റബ്ബർ ഇവിടെ കിടക്കും. നല്ല അടിയായിരുന്നു ഇവിടുന്ന് അടിച്ചത്. സ്ട്രൈക്കിന് വീഡിയോ കാണിച്ചത് ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ക്യാമറ ഓണ. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടാക്കുക മീൻ കയറി എന്ന് പറയുന്നു. അവിടെ ആ വലുതാണല്ലോ, എന്തോ വാഹയാണ് ചേർമീന ഈ ടൈപ്പ് തന്നെ. അങ്ങ് ഇച്ചിരി വലിപ്പമുണ്ട്. എന്താണ്ട് ഒരു ചേർമീൻ കയറിയിട്ടുണ്ട്.
നല്ല കളറൊക്കെ ഉള്ള ചേർന്ന് കേട്ടാ. പേരെന്താ? വിവേക് പുള്ളിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടാ. അത്യാവശ്യം ഒരു 1.5 കിലോ ആണോ അല്ലേ? 1.5 കിലോ അടുത്തുണ്ട്. ചേർമീൻ അങ്ങനെ കയറിയിട്ടുണ്ട്. നല്ല കളറുണ്ട് കേട്ടോ അതിന്. ഏത് ഫ്രോഗായിരുന്നു? റിയൽ വാല്യൂ കുറവല്ലാണ്. അത്യാവശ്യം നല്ല കീടിലും ചേർമീൻ കിട്ടുള്ളൂ. നല്ല കളറൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ പരുവത്തിലുള്ള കളർഫുൾ ഫ്രോഗിലും നല്ല കളർഫുൾ ചേർമീൻ. നമുക്ക് അടുത്ത് പിടിക്കാം. മറ്റൊന്നാണ്ട് ഇവിടെ കിടപ്പുണ്ട് മലക്കാത്ത്. ഞാനൊരു ചേർമീൻ അടിച്ചിട്ടുണ്ട്. ശ്യാംബ്രോഗ് ചൂണ്ടിടപ്പുണ്ട്. പൈസ ചേർമീന. അത്ര തന്നെ ഉണ്ടല്ലേ? അവിടെ കിട്ടി. ചേർമീനോട് കയറിയിട്ടുണ്ട്. സെയിം വലിപ്പമല്ലേ? അവിടെ ഇപ്പോൾ ഒരെണ്ണം വെട്ടുന്ന കൊണ്ട് കേട്ടു. അവിടെ ഉണ്ട് ഇപ്പം വെട്ടുന്ന കൊണ്ട് കേട്ടു. ഇത് വലിച്ചെടുത്തു. ഇതൊരു 1.5 കിലോ തന്നെ ഉണ്ട്. മറ്റേ ടൈപ്പ് വലിപ്പം തന്നെ ഉണ്ട്. ഗൈസ് നല്ല കെവി ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ സൈസ് വരാലി. ഓ വീഡിയോ കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ ഫ്രോഗൊന്നും എടുത്തില്ല. കിട്ടിയ ഫ്രോഗുമായിട്ട് വന്നതാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഫ്രോഗൊന്നും കണ്ടില്ല. അതാ സൈസ് ഒരു വരാൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് അടിച്ചത്. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ വരാലിനെ കണ്ടതാ. അത്യാവശ്യം നല്ല കിടുക്കാച്ചി ഒരു വിയറ്റ്നാമി കേട്ടോ. വേറെ നാടനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ലൈവ് സ്പൈഡറിൽ കിട്ടിയ നമ്മുടെ ബാഗിൽ ആകെ ഉണ്ടായിരുന്ന ഈ ഒരു ഫ്രോഗാണ്. നമ്മൾ ഫ്രോഗൊന്നും നോക്കാതെയാണ് വന്നത്. ആകെ ഒറ്റ ഫ്രോഗേ നമ്മൾ എടുത്തുള്ളൂ. അപ്പോൾ ഈ ഫ്രോഗിലാണ് നമുക്ക് മീൻ കിട്ടിയത്. ഗൈസ് നമുക്ക് നാടൻ വരാല് കയറിയിട്ടുണ്ട്. നല്ല ജയൻറ്റ് നാടൻ വരാല്. ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതേ നാടൻ. അതേ ഇത് കണ്ട മഞ്ഞ വര ഉണ്ട്. അതെ ഇത് 1 kg പ്ലസ് എന്തായാലും കാണുമെന്ന് നമുക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ റോഡിൻ്റെ ഇത്ര ഉണ്ട്. ഇതേ ഇത് കണ്ട നല്ല ഒതളങ്ങ പോലത്തെ നാടൻ വരാല്. കാണിച്ചു തരുന്നത് ഗൈസ്. ഒരു വരാൽ കയറിയിട്ടുണ്ട്. അടുത്ത താമത്തെ വരാല്. ഐസ് വരാല്. എൻ്റെ മോനെ മൂന്നാമത്തേനെ കിട്ടിയിട്ടുണ്ട്. പുല്ലിയിലോട്ട് ഇടാം. നമുക്ക് ഈ സൈഡിലോട്ട് ഇട്ടേക്കാം ഗൈസ്. നാലാമത്തെ വരാൽ കയറിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതേ നോക്കിയാൽ കാണാൻ പറ്റും. ഇതേണ്ട നമ്മുടെ ഈ വീഡിയോ ആണ്. ഇതേണ്ട ഇത് ചൂണ്ടക്കടയിൽ. അപ്പോൾ ഈ വീഡിയോയിലാണ് നമ്മൾ കമൻറ്റ് പിക്കർ വഴി 341 കമൻറ്റ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എന്താ അപ്പോൾ ഈ കമൻറ്റിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കണം. ഈ വീഡിയോ കോപ്പി ചെയ്തെടുക്കണം. ഇത്രയും പേര് ഇതേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കോപ്പി ചെയ്യാനായിട്ട് പോവാം. വേണ്ട കോപ്പി ആയിട്ടുണ്ട്. ഇനി അത് കമൻറ്റ് പിക്കറിലോട്ട് പോകണം. നേരെ റാൻഡം കമൻറ്റ് പിക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളൊന്ന് എടുക്കാൻ പോകണം. ഫസ്റ്റ് വിന്നർ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം. ആദ്യമത്തെ ഫ്രോഗിൻ്റെ
അപ്പം നമ്മൾ പിക്ക് എ റാൻഡം യൂട്യൂബ് കമൻറ്റ് ഇത് കൊടുക്കാൻ പോകും. അപ്പം ഈ വിന്നറിനെ സെലക്ട് ചെയ്യും. അതേണ്ട ഫൈസ എന്നും പറഞ്ഞ ഒരാളാണ് വന്നിരിക്കുന്ന കേട്ടോ. അതാ ഫൈസ. നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. അപ്പം നമ്മൾ ഒന്നാമത്തെ ആളെ എടുത്തിട്ടുണ്ട്. ഇതാണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എന്താ ഇതാണ് ഒന്നാമത്തെ ആള്. ഗായ്സ് നമ്മളിതേ ഈ ലോങ് വീഡിയോ ഒന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നത്. ആദ്യമത്തെ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യാനായിട്ട് പോകട്ടെ. അതാ നമ്മൾ കോപ്പി കൊടുത്ത് കമൻറ്റ് പിക്കറിലോട്ട് പോവുകയാണ് വീണ്ടും. വേണ്ട റാൻഡം കമൻറ്റ് പിക്കറിലോട്ട് വന്ന് ഇനി ഇത് നമുക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതേൽ ആരെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടേ അഭിനന്ദ് DP എന്തോടെ ഇത് പേരെന്തോടാ? ഈ പുള്ളിക്കാരനാട്ടോ. ഇതും സ്ക്രീൻഷോട്ട് എടുക്കുവാണ്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അടുത്ത വിന്നർ ആയിരിക്കുന്നതാണ് ഈ പുള്ളിക്കാരനാട്ടോ, രണ്ടാമത്തെ വിന്നർ. ഗായ്സ് ഇനി അടുത്തത് നമുക്കിത് ഷോർട്ട് വീഡിയോയിൽ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകട്ടോ. ഷോർട്ട് വീഡിയോ ഏതാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാതെ. അതിൽ നിന്നും 2 പേരെ എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നൊരു കാര്യം, നിങ്ങൾ കൊറിയർ ചാർജ് അയച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ, ലോങ് ഉള്ളവരാണെങ്കിൽ. സോ ഇതേണ്ടേ ഇതേന്ന് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകും ഷോർട്ട് വീഡിയോ. ഇതിൽ 393 കമൻറ്റ് വന്നിട്ടുണ്ട്. 393 കമൻറ്റ്. അപ്പം ഇത് നമ്മളിത് നേരെ എടുത്ത് കോപ്പി ചെയ്ത് ഇതിൽ ആ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുക. വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവാം. നിങ്ങൾ നോക്കിക്കോണേ. 3ാമത്തെ ഭാഗ്യവാൻ നിരഞ്ജൻ 64. ഇതാണ്ടാ ഈ പുള്ളിക്കാരനാട്ടോ, നിരഞ്ജൻ. അപ്പോൾ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ എന്താ ഇനി ലാസ്റ്റ് വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം കേട്ടോ. ലാസ്റ്റ് ഷോർട്ട് വീഡിയോയിലെ നമ്മുടെ യൂട്യൂബിലെ ഷോർട്ട് വീഡിയോയിലെ രണ്ടാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകട്ടോ. മൊത്തം 6 ഫ്രോഗാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാം എപ്പോഴാണ് തിരിച്ചു വരുന്നത്, അന്നേരം നമ്മൾ അതേൽ 2 പേരെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കമൻറ്റ് പിക്കറിലോട്ട് വീണ്ടും പോവുക. കമൻറ്റ് പിക്കർ കൊടുത്ത് ഇത് പേസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഷോർട്ട് വീഡിയോ. എന്തേ കൊടുക്കാൻ പോണേ. ഇതാരാടാ? ആർമി ലവർ ബോയ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വന്നിരിക്കുന്ന കേട്ടോ. അതാ നിങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തണം. ലാസ്റ്റ് യൂട്യൂബിലെ 4 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ കൈ കൊണ്ട് വരക്കടാ. എങ്ങനെ 3 പേരല്ലേ? അപ്പം നമ്മളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബിലെ വിന്നറിനെയൊക്കെ. നമ്മൾ ഇത്രയും പേരാണ് ഇത്രയും ഫ്രോഗിൽ വിന്നറിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ 4 പേരെ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ തെളിവ് സഹിതം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് ഞാൻ ഫ്രോഗ് എനിക്ക് വന്ന് യൂട്യൂബിൽ നമ്മുടെ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്, ഒരു വരാൽ പിടിക്കുന്ന ആ വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മളിപ്പോൾ ഇടുന്ന ഈ വീഡിയോയിലോ വന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ കണ്ടിട്ടില്ലേ പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID പോയി. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും അത് ഇനി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതേ വന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കണം കേട്ടോ, ലോങ് ഉള്ളവരാണെങ്കിൽ. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും, വന്നിട്ട് കൊറിയർ ചാർജ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സൊക്കെ നമുക്ക് അയച്ചു തരണം. നിങ്ങൾ വന്ന് നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ഇടുക ഈ വിന്നറായവർ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.